ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബ്രിട്ടീഷ് സമുദ്രാതിർത്തിയിൽ ചരക്ക് കപ്പലും എണ്ണ ടാങ്കറും കൂട്ടിയിടിച്ചു തീപിടിച്ചു. കപ്പൽ ജീവനക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരെ ഗ്രിംസ്ബി ഈസ്റ്റ് തുറമുഖത്തെത്തിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണ്. ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയൻ തീരം തൊട്ടു. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞതിനാൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനസംഖ്യയിൽ ഓസ്ട്രേലിയയിൽ മൂന്നാമത് നിൽക്കുന്ന ഏറ്റവും വലിയ നഗരമായ ബ്രിസ്ബെയിൻ നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗോൾഡ് കോസ്റ്റ് പട്ടണവും ന്യൂ സൗത്ത് വെയിൽസിന്റെ വടക്കൻ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന ആൽഫ്രഡ് ചുഴലിക്കാറ്റ് തീരം തൊട്ടുവെങ്കിലും ആ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെടുന്ന ഈ ചുഴലിക്കാറ്റ് തീരം തൊടുമ്പോൾ വലിയ ദുരന്തമുണ്ടാക്കുമെന്നായിരുന്നു കാലാവസ്ഥാ വിഭാഗം നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഭീതിയിലായിരുന്നു. ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. എന്നാൽ ചുഴലിക്കാറ്റിന്റെ തീവ്രത ക്രമാതീതമായി കുറഞ്ഞതാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള കാരണമെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന വിവരം. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ചുഴലിക്കാറ്റ് ബ്രിസ്ബെയിൻ നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിൽ ഈർപ്പത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ബ്രിസ്ബെയിനിലും സമീപ പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിസ്ബെയിൻ നഗരത്തിൽ മാത്രം 300 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചു കഴിഞ്ഞു. ഏകദേശം 3 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലയാളികളെല്ലാം സുരക്ഷിതരാണ്. മലയാളികളുടെ വീടുകളിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഭരണകൂടവും ജനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രിസ്ബെയിനിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. റിയാദിലെ കിങ് ഫഹദ് ടെന്റ് സ്റ്റേഡിയം പുതുക്കി പണിയുന്നു. നിലവിലുള്ള ടെന്റുകൾ നീക്കാൻ ആരംഭിച്ചു. പുതിയ ടെന്റുകൾ സ്ഥാപിക്കുന്നതോടൊപ്പം സ്റ്റേഡിയത്തിന്റെ ശേഷിയും വർദ്ധിപ്പിക്കും. ഫിഫ ലോകകപ്പിനും ഏഷ്യൻ കപ്പിനുമായാണ് സ്റ്റേഡിയം തയ്യാറാക്കുന്നത്. ടെന്റ് സ്റ്റേഡിയം, പേൾ സ്റ്റേഡിയം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന പ്രശസ്തമായ കളിക്കളമാണ് റിയാദിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. പരമ്പരാഗത ടെന്റുകളുടെ മാതൃകയിലുള്ള നിർമ്മാണം കൊണ്ട് ശ്രദ്ധേയമാണ് സ്റ്റേഡിയം. 2027 ഏഷ്യൻ കപ്പിനും 2034 ഫിഫ ലോകകപ്പിനും മുന്നോടിയായി സ്റ്റേഡിയം പുതുക്കി പണിയാൻ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ടെന്റുകൾ പൊളിച്ചു നീക്കുകയാണിപ്പോൾ. പുതിയ ടെന്റുകൾ സ്ഥാപിക്കുകയും സ്റ്റേഡിയത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം. 58,000 നിലവിലുള്ള ശേഷി. പണി പൂർത്തിയാകുന്നതോടെ 70,200 പേർക്ക് കളി കാണാനുള്ള ശേഷി സ്റ്റേഡിയത്തിനുണ്ടാകും. നിലവിലുള്ള ട്രാക്കുകൾ ഒഴിവാക്കി പുതിയ ഡിസൈനിലാണ് സ്റ്റേഡിയം പണിയുന്നത്. മുകളിൽ സ്കൈപാത്ത് സൗകര്യം, ശീതീകരണ സംവിധാനം, പുതിയ ലൈറ്റുകൾ, ഹൈടെക് LED സ്ക്രീൻ തുടങ്ങിയവ പുതിയ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതകളായിരിക്കും. 1987 സ്റ്റേഡിയം നിർമ്മിച്ചത്. ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പ്, സ്പാനിഷ് സൂപ്പർ കപ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയായി. BTS സംഗീത പരിപാടിയും ഹെവി വെയ്റ്റ് ചാമ്പ്യൻസ് മത്സരങ്ങളും ഉൾപ്പെടെ മറ്റു പരിപാടികളും സ്റ്റേഡിയത്തിൽ നടന്നു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ദുബൈയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ മത്സരങ്ങളിൽ ഇന്ത്യൻ ആരാധകരുടെ മികച്ച പിന്തുണ ടീമിന് ലഭിച്ചെന്ന് ക്രിക്കറ്റ് താരം KL രാഹുൽ. ഇന്ത്യയിൽ കളിക്കുന്ന അതേ അനുഭവമാണ് ദുബൈയിലും ഉണ്ടായത്. ചാമ്പ്യൻസ് ട്രോഫിയുടെ നടത്തിപ്പ് മികച്ചതായിരുന്നുവെന്നും KL രാഹുൽ ദുബൈയിൽ പറഞ്ഞു. It's been great, and there's so many Indians. It almost feels like mini India here when we play matches, especially. A lot of Indian crowd, they love the cricket, they love supporting us, love coming to the stadium. So we've been welcomed very graciously, and we enjoyed it. കരുളായി പ്രവാസി സംഘം ജിദ്ദ കമ്മിറ്റി ഇഫ്താർ സംഗമം നടത്തി. ജിദ്ദ, മക്ക പ്രദേശങ്ങളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 300ഓളം പേർ പങ്കെടുത്തു. റിയാദ് മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ലഹരിക്കെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ചെയർമാൻ നാസർ കരുളായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KPS ഭാരവാഹികളായ അബ്ബാസ് നെച്ചിക്കാടൻ, മൊയിൻകുട്ടി മുണ്ടോടൻ, റഫീഖ് CP തുടങ്ങിയവർ നേതൃത്വം നൽകി.
മറ്റു വാർത്തകളിലേക്ക് BJP-യുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ച CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ SDPIയിൽ ചേർന്നാലും BJP-യിൽ ചേരില്ല. BJP ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു. അനുവാദം വാങ്ങാതെയാണ് വീട്ടിലെത്തിയതെന്നും A. പത്മകുമാർ 24-നോട് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റും വേറെ ആരാണ്ടും കൂടി ഇവിടെ വന്നു എന്ന് പറയുന്ന കേട്ടു. ഞാൻ SDPI ചേർന്നാലും BJP ചേരുന്ന പ്രശ്നമില്ല എന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലെ അതൃപ്തി ആവർത്തിച്ച് പത്തനംതിട്ടയിലെ നേതാവ് A. പത്മകുമാർ പ്രതിഷേധത്തിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയെടുത്താൽ 66-ാം വയസ്സിലെ വിരമിക്കലായി കണക്കാക്കുമെന്ന് A. പത്മകുമാർ 24-നോട് പറഞ്ഞു. പരസ്യ പ്രതികരണം ഒഴിവാക്കാനാണ് A. പത്മകുമാറിനോട് CPIM നിർദ്ദേശം. ഇതിനിടെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം A. പത്മകുമാറിനെ വീട്ടിലെത്തി കണ്ടു. എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ 56 വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ. പാർട്ടി സ്മൂത്തായിട്ട് പോകുമായിരുന്നെങ്കിൽ 75 വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ. ഞാനിപ്പോൾ 66-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ ആറന്മുള എടശ്ശേരിമല ബ്രാഞ്ചിൽ നിന്നാണ്. ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തിക്കും. സംസ്ഥാന സമ്മേളനം സമാപിച്ചതിന് പിന്നാലെ പ്രതിഷേധം പരസ്യമാക്കിയ A. പത്മകുമാർ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. തന്റെ 52 വർഷത്തെ പ്രവർത്തനത്തെക്കാൾ വലുതാണ് മന്ത്രി വീണ ജോർജിന്റെ 9 വർഷത്തെ പ്രവർത്തനമെന്ന വിമർശനത്തിൽ നിന്നും പത്മകുമാർ പിന്നോട്ടില്ല. വിമർശനം ആവർത്തിക്കുന്നതിനിടെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം A. പത്മകുമാറിനെ വീട്ടിലെത്തി കണ്ടു. വിഷയം മറ്റന്നാൾ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി വേദികളിലാണ് പരിശോധിക്കേണ്ടത്. സംഘടനാപരമായിട്ട് മാത്രമേ ഞങ്ങൾക്കത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നലെയും ഇന്ന് രാവിലെയുമായി പരസ്യ പ്രതിഷേധം തുടർന്ന A. പത്മകുമാർ ജില്ലാ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരണത്തിന് തയ്യാറായില്ല. പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് CPIM നിർദ്ദേശം. ഇതിനിടെ പത്മകുമാറിനെ വിമർശിച്ചും വീണ ജോർജിനെ പുകഴ്ത്തിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. പത്മകുമാർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം 52 കൊല്ലം പഠിച്ചപ്പോൾ അദ്ദേഹം ചെന്നത് വെറും 4-ാം ക്ലാസ് വരെ എന്നുള്ളൂ. വീണ ജോർജ് 9 കൊല്ലം പഠിച്ചു, ഓരോ ക്ലാസ്സിലും ജയിച്ച്, അതുകൊണ്ട് 9-ാം ക്ലാസ്സിൽ ചെന്നു. പാരമ്പര്യം പറഞ്ഞ് അധികാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ 52 കൊല്ലത്തിന് മേലും പാരമ്പര്യം ഉള്ള ആളുകൾ ഈ രാജ്യത്തുണ്ട്. പാർട്ടി വിടില്ലെന്ന് A. പത്മകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്മകുമാർ നിലപാട് വ്യക്തമാക്കിയാൽ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ പ്രതികരണം. 24 പത്തനംതിട്ട. കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങിയതിന് പിന്നാലെ CPIM-നുള്ളിൽ അതൃപ്തി പുകയുകയാണ്. നേതൃത്വത്തിലേക്ക് പരിഗണിക്കാത്തതിനെതിരെ പരസ്യമായും അല്ലാതെയും നേതാക്കൾ രംഗത്തെത്തി. ഒഴിവാക്കപ്പെട്ടവർ മോശക്കാരല്ലെന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച പരാതികളല്ലാതെ CPIM സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കിയെന്ന നേതൃത്വത്തിന്റെ അവകാശവാദങ്ങൾക്കിടെയാണ് അതൃപ്തി പടരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിൽ P. ജയരാജനും J. മേഴ്സിക്കുട്ടിയമ്മയും വിയോജിപ്പ് രേഖപ്പെടുത്തി. സംസ്ഥാന സമിതിയിൽ പുതിയ സെക്രട്ടേറിയറ്റ് പാനൽ വായിച്ചപ്പോഴാണ് എതിർപ്പറിയിച്ചത്. 1998 പാലക്കാട് സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ എത്തിയവരാണ് P. ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും. P. ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ മകൻ ജെയിൻ രാജ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ പ്രതിഷേധം പ്രകടമാക്കി. ജയരാജനെ അനുകൂലിക്കുന്നവരും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. എല്ലാവരെയും കമ്മിറ്റിയിലെടുക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പ്രായപരിധി പ്രശ്നം ഞാൻ 70 എന്നുള്ള അഭിപ്രായം. കാരണം ഞാൻ നിങ്ങളോട് സമ്മേളനം തുടങ്ങുന്നതിനേക്കാളും മുമ്പേ പറഞ്ഞല്ലോ. കാരണം പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ഒരു 70 വയസ്സാണ് നന്നാകുക. സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങിയതിന് പിന്നാലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം N. സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തതാണെന്ന് N. സുകന്യ 24-നോട്. ഞാൻ എന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വാചകം അതിന്റെ കൂടെ വെച്ചു എന്നുള്ളതല്ലാതെ അതിനെ മറ്റൊരു തരത്തിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. N. സുകന്യ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മുതിർന്ന നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രനെയും M. വിജയകുമാറിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തഴഞ്ഞതിൽ തിരുവനന്തപുരത്തെ നേതൃത്വവും അതൃപ്തിയിലാണ്. MP രാജേഷിനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിന്റെ വൈരാഗ്യത്തിൽ യുവാവിന്റെ വീട് ആക്രമിച്ചു. മാസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാനും മാതാവിനും പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരിക്ക് പകരം ഉപയോഗിക്കാവുന്ന മരുന്ന് നൽകാത്തതിന് പിന്നാലെ യുവാക്കൾ മെഡിക്കൽ സ്റ്റോർ അടിച്ചു തകർത്തു. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു.
കാസർഗോഡ് മാസ്തിക്കുണ്ടിൽ പഴയ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി സിനാന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഉമ്മർ ഫാറൂഖിനെയും മറ്റൊരു സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ കയ്യിൽ ലഹരി മരുന്നില്ലാത്തതിനാൽ പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. പിന്നാലെ സഹോദരൻ നയാസിനെയും കൂട്ടിയെത്തി സിനാനെ ആക്രമിക്കുകയായിരുന്നു. തൽക്കല്ലടിച്ചിന് എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. വീട്ടിലേക്ക് വന്നിട്ട് പെണ്ണുങ്ങളെ തല്ലീന് കിടാവുണ്ടായിന്. കിടാവും ഭയങ്കര ഇതായിന്. കിടാവിനെ തള്ളിയിട്ട് അങ്ങോട്ട് കെട്ടിന്. വീടിന് നേരെയും അതിക്രമമുണ്ടായി. ആക്രമണത്തിൽ സിനാനും മാതാവ് സൽമയ്ക്കും പരിക്കേറ്റു. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വിദ്യാനഗർ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ലഹരിക്ക് പകരം ഉപയോഗിക്കാവുന്ന മരുന്ന് നൽകാത്തതിന് പിന്നാലെയാണ് യുവാക്കൾ മെഡിക്കൽ സ്റ്റോർ ആക്രമിച്ചത്. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഉറക്കഗുളിക നൽകില്ലെന്ന് ജീവനക്കാർ പറഞ്ഞതോടെയാണ് യുവാക്കളുടെ പരാക്രമം. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ നാട്ടുകാർ സാഹസികമായാണ് പിടികൂടിയത്. പഴയങ്ങാടി താവം സ്വദേശികളെ പിന്നീട് മയിൽ പോലീസിന് കൈമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തിരുവല്ല MDMA കേസിൽ പോലീസിനെതിരെ പ്രതിയുടെ ഭാര്യ മകനെ മറയാക്കിയായിരുന്നു പ്രതിയുടെ MDMA വിൽപ്പനയെന്ന് പോലീസ് കെട്ടുകഥയെന്ന് പരാതി. പോലീസിന് സംഭവിച്ച നാക്കുപിഴ മറയ്ക്കാൻ വീട്ടിലെത്തി ഭാര്യയുടെ പരാതി എഴുതി വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതി നൽകി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 10 വയസ്സുകാരനായ മകനെ മറയാക്കി MDMA കടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത പുറത്തുവരുന്നത്. സംഭവത്തിന് പിന്നാലെ തിരുവല്ല DYSP മാധ്യമങ്ങൾക്ക് പ്രതികരണവും നൽകി. കുട്ടിയുടെ ശരീരത്തിൽ ഉൾപ്പെടെ ലഹരി ഒട്ടിച്ച് കച്ചവടം നടത്തിയെന്നായിരുന്നു DYSPയുടെ പ്രതികരണം. എന്നാൽ DYSPയുടെ പ്രതികരണം തെറ്റെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. അന്ന് രാത്രി തന്നെ പ്രതിയുടെ ഭാര്യയും മകനും താമസിക്കുന്ന വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. വാർത്താമാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവെന്ന് പോലീസ് വിശദീകരിച്ചു. കുട്ടിയുടെ അമ്മയിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ മൊഴിപ്പകർപ്പിൽ ഒപ്പിട്ട് വാങ്ങി. പത്രക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യാനും അവനൊരു പണി കൊടുക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. നാളെ ഇതൊരു വലിയ വാർത്തയാവും. മനസ്സിലായി? ഇന്നുണ്ടായത് ഈ പയ്യനെ അങ്ങനെ അവൻ ഇങ്ങനെ ചെയ്തത് അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായി? നാളെ ഇത് നല്ല വാർത്തയാവും. തിരുവല്ല DYSPക്ക് സംഭവിച്ച നാക്കുപിഴ മറച്ചുവെക്കാനായിരുന്നു പോലീസിന്റെ തന്ത്രപരമായ നീക്കം. പിന്നാലെ ബാലനീതി നിയമപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുട്ടിയെയും അമ്മയെയും സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് പുതിയ കേസിനെക്കുറിച്ചും കേസിലെ വകുപ്പുകളെക്കുറിച്ചും ഇവർ അറിഞ്ഞത്. അവർ പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞു മോനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കൊണ്ടുവരണമെന്ന്. ഞാൻ പറഞ്ഞു മോൻ ഇതിനകത്ത് ഒരു ഭാഗമേ അല്ല. എന്റെ മോന്റെ സ്കൂളിനെ ബാധിച്ചു, നാട്ടുകാരെല്ലാം അറിഞ്ഞു. ഈ ഒരു ന്യൂസിന്റെ പേരിൽ ഞങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരാളായത്. ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് അയാളെ പിടിച്ചെന്ന് പറഞ്ഞ് ഞാനും എന്റെ മോനും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടാ. പോലീസ് വീഴ്ച മറയ്ക്കാൻ മനഃപൂർവ്വം തന്നെ ഉപയോഗിച്ച് പുതിയ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഇവർ പറയുന്നു. വിവാഹമോചന കേസ് നടക്കുന്നതിനാൽ 1 വർഷമായി പ്രതിയും ഭാര്യയും വേർപിരിഞ്ഞാണ് താമസം. കുട്ടി അമ്മയ്ക്കൊപ്പം അമ്മയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് അമ്മ CWCക്ക് പരാതി നൽകി. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും കേസിൽ നിന്ന് തന്നെയും മകനെയും ഒഴിവാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. 24 പത്തനംതിട്ട. ക്യാമ്പസുകളിൽ ലഹരി വ്യാപനത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ പ്രചാരണം തുടങ്ങും. രാജ്ഭവനിൽ ചേർന്ന സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 5 ദിവസത്തിനിടെ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 368 പേർ അറസ്റ്റിലായി. സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവിയിൽ ലഹരിക്കെതിരെ നിർണായക ചുവടുവയ്പുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രചാരണത്തിന് ഗവർണർ തന്നെ നേതൃത്വം നൽകും. ലഹരി ഉപയോഗം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. എല്ലാ മാസത്തിലും ഒരു ദിവസം കോളേജുകളിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്തും. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി ആവശ്യമുള്ളവർക്ക് ഡി അഡിക്ഷൻ ചികിത്സ നൽകണമെന്നും യോഗത്തിൽ ഗവർണർ നിർദ്ദേശിച്ചു. ലഹരി വ്യാപനം സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് ഗവർണർ റിപ്പോർട്ട് തേടി. ലഹരിക്കെതിരായ നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ദിവസത്തിനിടെ 368 പേർ പിടിയിലായി. 360 കേസുകളും രജിസ്റ്റർ ചെയ്തു. 81,13,000 രൂപയുടെ ലഹരി മരുന്നും പിടിച്ചെടുത്തു. ലഹരി കേസുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 17 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ലഹരിക്കടത്തിന് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന 16 വാഹനങ്ങളും പിടിച്ചെടുത്തു.
സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റേഷനുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധന തുടരുമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിക്കാതിരിക്കാനാണ് ഉടമയായ തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് കുരിശ് നിർമ്മിച്ചത്. സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് നിർമ്മിച്ച കുരിശിന്റെ ദൃശ്യങ്ങൾ സഹിതം 24 വാർത്ത നൽകിയതിന് പിന്നാലെയാണ് കളക്ടറുടെ അടിയന്തര നടപടി. 24 ബിഗ് ഇമ്പാക്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ 3 ഏക്കർ 33 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ടിന് സമീപത്താണ് സജിത്ത് ജോസഫ് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാവാതിരിക്കാൻ കുരിശ് പണിത്. കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് ഉദ്യോഗസ്ഥ ഒത്താശയോടെയായിരുന്നു കുരിശിന്റെ നിർമ്മാണം. ഇത് ദൃശ്യങ്ങൾ സഹിതം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്ന് പീരുമേട് LR തഹസിൽദാർ SK ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം പോലീസ് സംരക്ഷണത്തിൽ റിസോർട്ടിലെത്തി കുരിശ് പൊളിച്ചുമാറ്റി. മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിൽപ്പെട്ട സർക്കാർ ഭൂമി കയ്യേറി സജിത്ത് ജോസഫ് 5 വൻകിട കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഭൂമി സംബന്ധിച്ച രേഖകൾ വരും ദിവസങ്ങളിൽ റവന്യൂ സംഘം പരിശോധിക്കും. പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റങ്ങൾ പരിശോധിക്കാനായി കളക്ടർ 15-അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് രംഗത്തെത്തി. അങ്ങനെ നിയമത്തെ വെല്ലുവിളിച്ച് സർക്കാർ ഭൂമിയിൽ സജിത്ത് ജോസഫ് കെട്ടിയുയർത്തിയ കയ്യേറ്റങ്ങളിൽ ആദ്യത്തേത് വീണു. അടുത്തതുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് സമരത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ആശാ വർക്കേഴ്സ്. ഈ മാസം 17 സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. അശ്ലീല പരാമർശം നടത്തിയ CITU നേതാവ് KN ഗോപിനാഥിനെതിരെ ആശാ വർക്കേഴ്സ് വക്കീൽ നോട്ടീസ് അയച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതോടെയാണ് ആശമാർ വീണ്ടും സമരം ഘടിപ്പിക്കുന്നത്. മാർച്ച് 17-ന് സംസ്ഥാനത്തെ ആശമാരെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഇത്രയും അധിക പിന്തുണയും ന്യായയുക്തതയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. നിലവിലെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതും സംസ്ഥാന സർക്കാരാണെന്നും സമരക്കാരെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആശമാർ ആവശ്യപ്പെടുന്നു. സമരക്കാർക്കെതിരെ CITU നേതാവ് KN ഗോപിനാഥ് നടത്തിയ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുന്നതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി? ഈ മാസം 3-നായിരുന്നു ആശമാർക്കെതിരെയുള്ള KN ഗോപിനാഥിന്റെ പരാമർശം. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള MP-മാർ. സമുദ്ര ഖനനം, ദേശീയ വിദ്യാഭ്യാസ നയം, വോട്ടർ പട്ടിക അടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തി. ഇടത് MP-മാർ ഉന്നയിച്ച കാര്യങ്ങൾ തള്ളി റെയിൽവേ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ആശാ വർക്കേഴ്സിന്റെ പ്രതിസന്ധി പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ഉന്നയിക്കപ്പെട്ടു. നിലവിലുള്ള 7000 രൂപയ്ക്ക് പകരം ആശാ വർക്കേഴ്സിന് 21,000 രൂപ വേതനവും മറ്റ് വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണമെന്ന് KC വേണുഗോപാൽ MP. Asha workers treated to be actually as the health warriors of this country. They are getting 233 rupees per day. That remuneration also not getting regularly. പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണ് ആശാ വർക്കേഴ്സിന്റെ സമരം വ്യക്തമാക്കുന്നതെന്ന് ശശി തരൂർ MP. For these works they have protested in my constituency in front of the Secretariat. Their ongoing protests highlight the systemic undervaluation of community health workers in India and in particular in Kerala. മലയാളത്തിൽ സംസാരിച്ച VK ശ്രീകണ്ഠൻ MP കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ളവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. രാജ്യസഭയിൽ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ ആശമാർക്ക് കുടിശ്ശിക നൽകണമെന്നും പ്രതിമാസ വേതനവും പെൻഷനും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. Asha workers continue to receive meager honorarium that do not reflect the importance of their work. Many of them work tirelessly without fixed salaries, relying only on incentives that are often delayed and insufficient. സമുദ്രഖനനം രാജ്യസഭയിൽ ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് MP
ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. ഖനനത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്ന കേരള സർക്കാരിന്റെ കത്ത് ലഭിച്ചതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി സ്ഥിരീകരിച്ചു. കേരള തീരത്ത് ലേലത്തിന് വിജ്ഞാപനം ചെയ്ത 3 ബ്ലോക്കുകൾ സമുദ്രാതിർത്തിക്ക് അപ്പുറത്താണെന്നും കേരളത്തിൽ ഖനനം ചെയ്യുക നിർമ്മാണ മണലാണെന്നും ഏത് ഇന്ത്യൻ കമ്പനിക്കും കരാറിൽ പങ്കെടുക്കാമെന്നും രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി മറുപടി നൽകി. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ DMK അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ലോക്സഭ അല്പസമയം തടസ്സപ്പെട്ടു. ലോക്സഭയിൽ കനിമൊഴി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ DMK അംഗങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പരാമർശം പിൻവലിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം, വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയങ്ങൾ ഉന്നയിച്ച് DMK തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് സംബന്ധിച്ചുള്ള പ്രസ്താവന ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചു. 24 ഡൽഹി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകൻ ജീവനക്കാരനായി VA ബാലുവിനെ തന്നെ നിയമിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. നിയമനത്തോട് സഹകരിച്ചില്ലെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശ്വാസികളെ ഭിന്നിപ്പിക്കാനുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും കഴകം നിയമനം ദേവസ്വം ചട്ടങ്ങൾ മറികടന്നെന്നും കൂടൽമാണിക്യം തന്ത്രി പ്രതിനിധി നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് പ്രതികരിച്ചു. ജാതി വിവേചന വിവാദത്തിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചകളിൽ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ അംഗം വി ഗീത നിർദ്ദേശം നൽകി. കഴകം ജോലിയിൽ നിയമിതനായ VA ബാലുവിനോട് കൊച്ചിൻ ദേവസ്വം ബോർഡ് വിശദീകരണം തേടും. ആവശ്യമെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ദേവസ്വം ചെയർമാൻ CK ഗോപി. ജാതിപരമായിട്ട് ആക്ഷേപിച്ചെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പരാതി രേഖാമൂലം ലഭിച്ചാൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടികൾ തന്ത്രിമാരാണെങ്കിൽ തന്ത്രിമാർ, അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരാണെങ്കിൽ അവരുടെ പേരിൽ എത്രയും പെട്ടെന്ന് അവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കും ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി. തന്ത്രിമാർക്കെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ രൂക്ഷ വിമർശനം. സർവാധികാരികളെന്ന അഹങ്കാരം തന്ത്രിമാർക്ക് പാടില്ലെന്നും സർക്കാർ നിലയ്ക്ക് നിർത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. ക്ഷേത്രങ്ങളിലുള്ള ചില അവകാശം പറഞ്ഞുകൊണ്ട് സർവാധിപത്യം സ്ഥാപിക്കുവാൻ ഇന്ന് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കുലംകുത്തിയായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ഈ അല്പപ്രാണികളായ 4 പേര്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റി നിർത്തൽ തെറ്റെന്ന് K രാധാകൃഷ്ണൻ MP. ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സമീപനം എവിടെ നടന്നാലും അത് തെറ്റായ കാര്യമാണ് എന്നുള്ള ഒരു സമീപനം നമ്മുടെ പൊതുസമൂഹങ്ങളും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും. 24 തൃശൂർ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.